ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എങ്ങനെ ചിന്തിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോകുമ്പോൾ ടീച്ചേഴ്സും ട്രെയിനീസും ഒക്കെ തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് ജസ്റ്റ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇതൊരു ശരിക്കും സൂപ്പർ ടിപ്പ് തന്നെയാണ്. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും വിത്തിൻ എ ഷോർട്ട് ടൈം നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇറ്റ്സ് മീ ജിജി കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിജിസ് ലെക്ചേഴ്സ്. നമ്പർ 1, സ്റ്റോപ്പ് യൂസിങ് ട്രാൻസ്ലേഷൻ ആപ്സ്. നമ്മൾ എല്ലാവരും ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ആപ്സിൽ പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള വേർഡോ സെന്റൻസോ കണ്ടുപിടിക്കും. ഇതുപോലെ ഒരുപാട് നമ്മൾ ട്രാൻസ്ലേഷൻ ആപ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നശിക്കും. മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാവും. കാരണം ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്താൽ അതിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സെന്റൻസ് കിട്ടൂ എന്നുള്ള ഒരു ഫോൾസ് ബിലീഫ് നമ്മളിൽ തന്നെ സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ സ്റ്റോപ്പ് യൂസിങ് ട്രാൻസ്ലേഷൻ ആപ്സ് എന്ന് കരുതി ഒട്ടും യൂസ് ചെയ്യേണ്ടെന്നല്ല, അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു സൂത്രം പറഞ്ഞുതരാം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഓൾട്ടർനേറ്റീവ്സ് ഓർ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഓൾട്ടർനേറ്റീവ്സ്. നിങ്ങൾക്ക് ഒരു വാക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ലെങ്കിൽ, ഒരു സെന്റൻസ് പറയാൻ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ അതിന് പകരമായിട്ട് വേറൊരു വാക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ വേറൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, പേനയിലെ മഷി തീർന്നു. അതെങ്ങനെ പറയാം? ദ പെൻസ് റൺ ഔട്ട് ഓഫ് ഇങ്ക്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ലെങ്കിൽ പകരം നമുക്ക് എന്ത് പറയാം? നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്നുള്ള വേർഡ് അറിയാലോ. ദ പെൻ സ്റ്റോപ്ഡ് വർക്കിംഗ് ഇങ്ങനെ പറയാലോ. സോ വൈ ഡു വി യൂസ് ട്രാൻസ്ലേഷൻ ആപ്സ്? ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ഓൾട്ടർനേറ്റീവ്സ്. നമ്പർ 2, തിങ്ക് ഇൻ സിംഗിൾ വേർഡ്സ്. അതായത് ചെറിയ വാക്കുകൾ ചിന്തിച്ചു തുടങ്ങാം. തുടക്കത്തിൽ നമ്മൾ വലിയ സെന്റൻസ് ഒക്കെ ചിന്തിച്ച് പാടുപെടേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളുടെ പേര്, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ആക്ഷൻസ്, അങ്ങനെയുള്ള കുഞ്ഞു വാക്കുകൾ നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്കുകളിൽ നമ്മൾ ഓൾറെഡി വൊക്കാബുലറി നേടിക്കഴിഞ്ഞു. അപ്പൊ ഇതൊരു നല്ലൊരു പ്രോസസ്സാണ്. നമ്മുടെ വൊക്കാബുലറി, ഇംഗ്ലീഷ് വൊക്കാബുലറി ബിൽഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ജസ്റ്റ് തിങ്ക് ഇൻ സിംഗിൾ വേർഡ്സ്. ശേഷം നമുക്ക് സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്താ ചെയ്യുന്നത്? ഹി ഈസ് പ്ലക്കിംഗ് ദ മാംഗോസ്. പ്ലക്കിംഗ്, ആ പ്ലക്കിംഗ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് കിട്ടി. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് സിംഗിൾ വേർഡ്സ്. നമ്പർ 3, ഡോണ്ട് ഫോക്കസ് ഓൺ പെർഫെക്ഷൻ. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒരുപാട് പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിച്ചാൽ അത് നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കും. കാരണം ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അപ്പൊ ആ നേരത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവും, ഒരുപാട് നെർവസ് ആവും. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ കൂടി നിങ്ങൾ ഫ്ലോപ്പ് ആക്കി കളയും. സോ ഒരുപാട് പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വേണ്ട. അത് ജസ്റ്റ് ലീവ് ചെയ്യാം. നമ്പർ 4, പ്രാക്ടീസ് തിങ്കിങ് ഇൻ ക്വയറ്റ് മൊമെന്റ്സ്. ദാറ്റ് മീൻസ് മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നെർവസ് ആവും. നമുക്ക് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കറക്റ്റ് വേർഡ്സ് കിട്ടാനോ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും മൈൻഡ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. നമ്പർ 5, തിങ്ക് ഇൻ എവരിഡേ ആക്ടിവിറ്റീസ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇംഗ്ലീഷിൽ നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു 90% ആക്ഷൻസ് റിപ്പീറ്റഡ് ആയിരിക്കും. നമുക്കൊരു ഡെയിലി റൂട്ടീൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരുവിധം നാളെയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് അത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് മൈൻഡിൽ വരും. ഇതൊരു 1 വീക്ക്, ഒരു 1 മന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കാനും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, അടുത്തതിന് എന്ത് ചെയ്യാം? വാട്ട് ടു ഡു നെക്സ്റ്റ്? അവൻ വന്നു. യെസ് കം. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. ഈ 5 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ ഐ എം ഷുവർ വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ഇംഗ്ലീഷിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ ഒരു 1 വീക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. അത് മാത്രമല്ല, യു മസ്റ്റ് ബി വെരി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. നമ്മൾ തുടക്കത്തിലൊക്കെ ഇംഗ്ലീഷിൽ ചിന്തിച്ച് നടക്കും. കുറച്ച് ടൈം കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മറന്നുപോയി മലയാളത്തിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു ടിപ്പ് യൂസ് ചെയ്യാം. ജസ്റ്റ് പുട്ട് റിമൈൻഡേഴ്സ് ഇൻ യുവർ ഫോൺ. നിങ്ങൾ ഫോണിൽ ഒരു റിമൈൻഡർ ഇട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ടൈം വരുമ്പോൾ ആ ബെല്ല് കേൾക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഞാൻ ചിന്തിക്കണം. സോ ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. എല്ലാ ഇംഗ്ലീഷ് ട്രെയിനീസും പറയുന്ന പോലെ ജസ്റ്റ് ഇമ്മേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ മുങ്ങിക്കെടുക്കുക. ജസ്റ്റ് വാച്ച് ഇംഗ്ലീഷ് മൂവീസ്, ലിസൺ ടു മ്യൂസിക് ആൻഡ് ജസ്റ്റ് വാച്ച് പോഡ്കാസ്റ്റ്, യൂട്യൂബ് വീഡിയോസ്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ടിപ്സ് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വിത്തിൻ 1 വീക്ക് എന്ത് മാറ്റം വന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ ഐ എം സൈനിങ് ഔട്ട്. See you in the next video. Bye.